ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വിത്ത് ബോണോട് കൂടിയിട്ടുള്ള ഒരു 4 പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവും, കൂടാതെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരല്പം കുരുമുളകും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ സവോള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. ഇതാ നമുക്ക് അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് നമുക്കത് പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൗഡർ വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ കുരുമുളക്, നമ്മുടെ മൈദ മാവ്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാലൊഴിച്ച ചിക്കനിലേക്ക് ആദ്യം നമുക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ച്, അതിപ്പം കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ 2 മുട്ട എടുക്കാം, 3 മുട്ട എടുക്കാം, പാലിൻ്റെ അളവ് കൂട്ടാം, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ മുട്ട ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളൊക്കെ, അതായത് മൈദയും കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ഇങ്ങനെയും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിങ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മൈദയുടെ പൊടി ഞാനൊരു 2 തവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചിക്കൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ 2 തവിയാണ് എടുക്കുന്നത്. നമുക്ക് മുക്കി എടുക്കാനുള്ള ഒരു അളവ് വേണമല്ലോ. ആ തവിക്ക് തന്നെ ഞാൻ 1 തവി കോൺഫ്ലവർ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മൈദയുടെ സ്ഥാനത്ത് 2 എന്നുള്ള സ്ഥാനത്ത് ഒരു 3 തവിയായിട്ട് നമുക്ക് ഇടാൻ വേണമെങ്കിൽ. പിന്നെ അതിലേക്ക് ഞാനൊരു അല്പം കുരുമുളക് പൊടിയും ഒരല്പം തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളകി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഈ കോട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലേക്ക് ഒരു ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതിൽ പൊടി മുക്കിയെടുക്കണം. നല്ലപോലെ ഡിപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അന്നേരം എല്ലാ സ്ഥലത്തും ഈ പൊടികൾ നല്ലപോലെ പിടിച്ചിരിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 5 സെക്കൻഡ് മതി, ഒത്തിരി നേരം ഇട്ട് വെക്കണ്ട. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് വീണ്ടും നമ്മുടെ ഈ കോട്ടിങ് പൗഡറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് വീണ്ടും നല്ലപോലെ തന്നെ ഫുള്ളായിട്ട് ചിക്കൻ മൂടത്തക്ക രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നല്ലപോലെ പൊടി എല്ലായിടത്തും ഒന്ന് സെറ്റായിട്ടിരിക്കും. എന്നിട്ട് അതൊന്ന് കുടഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പൊടിയിൽ മുക്കി റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഞാൻ 1 ടൈം മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. കണ്ടില്ല, അപ്പം എവിടെയെങ്കിലും പൊടി പിടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ പൊടി തട്ടിക്കൊടുത്തിട്ട് നമുക്കതൊന്ന് കുടഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ചിക്കനും ഇങ്ങനെ പൊടിയിൽ മുക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് വീണ്ടും പൊടിയിലിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ചിക്കനും ഞാൻ നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടിംഗ് ഒക്കെ നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് മുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുക്കിംഗ് ഓയിലായിട്ടോ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഇച്ചിരി എണ്ണ ചൂടായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ എണ്ണ ചൂടായതിന് ശേഷമാണ് ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യണം. കാരണം നമുക്ക് ചിക്കൻ വേവണമല്ലോ. അപ്പോൾ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും, ചിക്കൻ വേഗത്തുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മൂത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അച്ചാച്ചൻ വന്നിട്ടുണ്ട്. അച്ചാച്ചനോട് പറഞ്ഞിട്ടില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ട്, പക്ഷേ അച്ചാച്ചന് അത് മയോണൈസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കഴിക്കും, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അച്ചാച്ചനെ കൊടുത്തിട്ട് റിയാക്ഷൻ കാണാം. സൂപ്പർ, അടിപൊളി, നല്ല രസം.